മാറിയ ജീവിതശൈലി തന്നെയാണ് ഉദരരോഗങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണവും. ഉദരപ്രശ്നങ്ങളിൽ ഏറിയ പങ്കും കരളിനെ ബാധിക്കുന്നവയാണ്. ഫാറ്റി ലിവറും ലിവർ സിറോസിസും ലിവർ ക്യാൻസറും ഒക്കെ ഇപ്പോൾ സർവ്വസാധാരണമായ രോഗങ്ങളുടെ പട്ടികയിൽ പെടുന്നവയാണ്. കരളിലെ കോശങ്ങളിൽ കൊഴുപ്പടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന കരൾ രോഗമാണ്. കരളിനെ ബാധിക്കുന്ന ആധുനിക ജീവിതശൈലി രോഗമെന്നും ഫാറ്റി ലിവറിനെ വിശേഷിപ്പിക്കാം. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ കാണപ്പെടുന്ന ഫാറ്റി ലിവർ ഇപ്പോൾ ചെറുപ്പക്കാരിലാണ് ഏറ്റവും കൂടുതൽ. സാധാരണയായി പലപ്പോഴും നമുക്ക് യാതൊരു രോഗലക്ഷണങ്ങളും ഇതിനകത്ത് ഉണ്ടാവുകയില്ല. അതാണ് നമ്മൾ മുഖ്യമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും നമ്മൾ വേറെ വൈറസ് സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയും അതുവഴി ഒരു അൾട്രാസൗണ്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഇതിന് പ്രത്യേകമായി രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇനീഷ്യൽ സ്റ്റേജസിൽ കാണുകയില്ല. ഒബീസിറ്റി, അമിതവണ്ണം, ഡയബറ്റിസ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, BP അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഈ രോഗാവസ്ഥയുള്ള ആളുകളിൽ നമ്മൾ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു വിദഗ്ധനായ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെയോ ഹെപ്പറ്റോളജിസ്റ്റിനെയോ കാണുക. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മളൊരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ അബ്നോർമാലിറ്റീസ് കാണുവാണെങ്കിൽ അതിനകത്തുള്ള ടെസ്റ്റുകളിൽ ഉള്ള വ്യതിയാനങ്ങൾ, നോർമലിൽ നിന്ന് ഉള്ള ഒരു വ്യതിയാനം കാണുകയാണെങ്കിൽ നമ്മളത് കൂടുതലായി അത് ഗൗരവപൂർവ്വം അതിനെക്കുറിച്ച് സമീപിക്കേണ്ടതാണ്. അടുത്തതായി ലിവർ ഫംഗ്ഷൻ അബ്നോർമാലിറ്റീസ് അബ്നോർമൽ ആണെങ്കിൽ നമ്മളൊരു ചെയ്യേണ്ട ടെസ്റ്റാണ് ഫൈബ്രോസ്കാൻ, അഥവാ ലിവറിൻ്റെ സ്റ്റിഫ്നെസ് മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അൾട്രാസൗണ്ട് സ്കാൻ പോലെ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഫൈബ്രോസ്കാൻ ടെസ്റ്റ്. അപ്പം അതിനകത്ത് നമ്മൾ എത്ര കൊഴുപ്പ് അടിഞ്ഞതിൻ്റെ ഭാഗമായി ലിവറിലുണ്ടാവുന്ന എത്രത്തോളം ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു നോൺ ഇൻവേസീവ്, അതായത് നമ്മൾ ഒരു അൾട്രാസൗണ്ട് പ്രോബ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഫൈബ്രോസ്കാൻ. അപ്പം ഈ രണ്ട് ടെസ്റ്റിൽ കൂടി നമുക്ക് എത്ര ലിവറിന് ഡാമേജ് വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ലിവറിന് ഉണ്ടാകുന്ന കേടിനെയാണ് സിറോസിസ് എന്ന് പറയുന്നത്. സിറോസിസ് പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ലിവർ കൂടുതലും മദ്യപാനത്തിലൂടെ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസിൽ തുടങ്ങിയുള്ള ഇൻഫെക്ഷനിലൂടെയാണ് ഈ സിറോസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ സിറോസിസ് ഉണ്ടാകുമ്പോൾ സമയത്ത് നമ്മളെ ബ്ലഡ്, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ബ്ലഡ് പോകുന്ന പോർട്ടൽ വെയിൻ എന്ന് പറയുന്ന വെയിൻ വഴിയാണ് ലിവറിനകത്തോട്ട് ബ്ലഡ് പോകുന്നത്. ആ ലിവറിനകത്തുണ്ടാകുന്ന കട്ടി മൂലം ഈ പോർട്ടൽ വെയിൻ വഴിയുള്ള ബ്ലഡ് ലിവറിലെത്താതിരിക്കുകയും അത് ബാക്കിയുള്ള സിസ്റ്റത്തിൽ എത്തുവാൻ വേണ്ടി മറ്റു മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. മറ്റു മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാൻ വേറൊരു വെയിൻ ഉണ്ടായാലേ അത് മറ്റു ഭാഗങ്ങളിലോട്ട് പോകും. അപ്പം കൊളാട്രൽസ് എന്ന് പറയും, ഈ വെയിൻസ് പല രീതിയിലുണ്ടായിട്ട് അതും ആമാശയത്തിലോ അല്ലെങ്കിൽ അന്നനാളത്തിലോ അത് വീർത്ത് വന്നിട്ട് വാരിസസ് എന്ന് പറയും, വാരിസസ് ആയിട്ട് പ്രത്യക്ഷപ്പെടാം. ഈ വാരിസസ് അത് മറ്റു ഭാഗങ്ങളിലേക്ക് രക്തചംക്രമണം എത്തിക്കാനാണ് ഉണ്ടാവുന്നതെങ്കിലും ഈ വാരിസസ് നമുക്ക് പല സമയത്തും ഉപദ്രവകാരിയാണ്. ഉപദ്രവകാരി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാക്കും. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ അത് പൊട്ടാറായിട്ടുള്ള വൈറസുകൾ നമ്മൾ കണ്ടാൽ, എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ കണ്ടാലറിയാം. അപ്പം അത് പക്ഷേ ഒരു സമയത്ത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള മരണകാരണമായേക്കാവുന്ന ബ്ലീഡിങ് ഉണ്ടാക്കുകയും ഒരുപക്ഷെ ബ്ലഡ് ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ മോഷനിലൂടെ ബ്ലഡ് പോവുകയോ ചെയ്യുന്നത് വഴി രക്തസ്രാവം ഉണ്ടാവുകയും രോഗി മരിക്കാൻ വളരെ അത്യാസന്നമായി രോഗി മരിക്കാൻ ഇടയാവുന്ന ഒരു സന്ദർഭം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എൻഡോസ്കോപ്പ് വഴി കണ്ടുപിടിക്കാവുന്നതാണ്. അഥവാ പൊട്ടാൻ സാധ്യതയുള്ള വെയിനുണ്ടെങ്കിൽ അതിന് ലൈഗേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗം കൊണ്ട് അത് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അതിനെ കരിച്ചു കളയാൻ പറ്റുമെന്നുണ്ട്. അങ്ങനെ കരിച്ചു കളയാവുന്ന മാർഗ്ഗങ്ങൾ ഒത്തിരി, പക്ഷേ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും കുടിക്കുന്ന വെള്ളത്തിൻ്റെയും ശുദ്ധിയും വൃത്തിയും ഒക്കെ നമ്മുടെ ഈ തിരക്കിട്ട ജീവിതചര്യയിൽ ഒരു പരിഗണന അർഹിക്കാത്ത വിഷയമായി മാറിയിരിക്കുന്നു. ഇത്തരം ഭക്ഷണചര്യ കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം. കരളിനെ ബാധിക്കുന്ന വൈറസ് ബാധയാണ് ഹെപ്പറ്റൈറ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 തരം വൈറസുകളാണ് സാധാരണ രോഗകാരണമാകുന്നത്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E.
ഇവയിൽ എയും ഇയും ഭക്ഷണത്തിലെയും വെള്ളത്തിലെയും മാലിന്യങ്ങളിലൂടെയാണ് പകരുന്നത്. ബി, സി, ഡി ഇവ രോഗികളുടെ ശരീരസ്രവങ്ങളിലൂടെയും ലൈംഗിക ബന്ധം വഴിയും പകരാം. മഞ്ഞപ്പിത്തം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു. ശരീരത്തിലെ ബിലിറൂബിൻ എന്ന ഘടകം കൂടുന്നത് കൊണ്ടാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. അത് ബിലിറൂബിൻ ഉണ്ടാകുന്നത് രക്താണുക്കളിൽ നിന്നാണ്. അതുകൊണ്ട് രക്താണുക്കൾ നശിക്കുന്ന ഏതൊരു കണ്ടീഷനിലും മഞ്ഞപ്പിത്തം ഉണ്ടാകും. അതുപോലെ തന്നെ ലിവറിനെ ബാധിക്കുന്ന നീർവീഴ്ചയ്ക്കും മഞ്ഞപ്പിത്തം ഉണ്ടാകും. അതല്ല, നാളിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മൂലം ഒഴുക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും മഞ്ഞപ്പിത്തം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഞ്ഞപ്പിത്തം എന്നത് ഒരു ലക്ഷണം അല്ലെങ്കിൽ ഒരു സൂചന മാത്രമാണ്. ലിവറുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളിലും മഞ്ഞപ്പിത്തം കാണുന്നു. ശരിയായ വ്യായാമം ചെയ്യുക, ഭക്ഷണത്തിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം. ഫാറ്റ് ഫുഡ്സ്, കൊഴുപ്പ് കൂടുതലുള്ള, അതായത് ഫാറ്റി ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ധാരാളമായി കഴിക്കുക. ഹോട്ടലുകളിലെ ഭക്ഷണം നമ്മൾ പുറത്തുപോയി കഴിക്കുന്നത് പരിമിതപ്പെടുത്തുക. അതുപോലെ തന്നെ ഡയബറ്റിസ്, കൊളസ്ട്രോൾ മുതലായ അസുഖങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. 6.5 ലക്ഷം ആളുകളാണ് ഒരു വർഷം ലോകത്ത് മലാശയ ക്യാൻസർ അഥവാ കോളോറെക്ടൽ ക്യാൻസർ മൂലം മരണമടയുന്നത്. പ്രത്യക്ഷത്തിൽ അൾസറിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് കോളോറെക്ടൽ ക്യാൻസറിനും ഉണ്ടാവുക. മരണസാധ്യതയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന കോളോറെക്ടൽ ക്യാൻസറിൻ്റെയും പ്രധാന കാരണം ഭക്ഷണരീതിയിലെ തകരാറ് തന്നെയാണ്. ആഹാരം ലഘുഘടകങ്ങളായി വേർതിരിക്കുന്ന പ്രക്രിയ പൂർണ്ണമാകുന്നത് ചെറുകുടലിൽ വച്ചാണ്. ചെറുകുടലിലൂടെ ആഹാരം കടന്നു പോകുമ്പോൾ വിവിധ ദഹനരസങ്ങളും പിത്തരസവും മറ്റ് ഘടകങ്ങളും കലർന്ന് ദഹനം പൂർത്തിയാകുന്നു. വായിൽ തുടങ്ങുന്ന ഭക്ഷണത്തിന്റെ യാത്രയുടെ അന്ത്യഘട്ടം വൻകുടലിലാണ്. വൻകുടലിന്റെ ഒടുവിലായാണ് മലാശയവും മലദ്വാരവും. ആണുങ്ങളിൽ ഏതാണ്ട് 3-ാമതും പെണ്ണുങ്ങളിൽ ഏതാണ്ട് 4-ാമതും ആയിട്ടുള്ള ക്യാൻസറാണ് ഈ കോളോറെക്ടൽ ക്യാൻസർ. മാത്രമല്ല, പൂർവ്വ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സംഖ്യ വളരെയധികം കൂടി വരുന്നതുമായിട്ട് കാണുന്നുണ്ട്. ഇത് നാം ഒരു ഗ്ലോബൽ ട്രെൻഡ് ഫോളോ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത് ഏറ്റവും സാധാരണമായ ക്യാൻസറുകളിലൊന്നാണ്. ഏറ്റവും പ്രധാനമായ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് മലത്തിൽ കൂടെ രക്തം പോവുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും RCCയിലെത്തുന്ന രോഗികളിൽ ഞങ്ങൾ കണ്ടുവരുന്നത് ഈ മലത്തിൽ കൂടെ രക്തം പോകുന്നത് പല രോഗികളും അവഗണിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള റീസൺ, നമ്മുടെ നാട്ടിൽ പൈൽസ് അഥവാ മൂലക്കുരു വളരെയധികം സാധാരണമായൊരു അസുഖമാണ്. പലപ്പോഴും ഈ രോഗികൾ മലത്തിൽ കൂടെ രക്തം പോകുമ്പോഴേക്കും അത് പൈൽസിൻ്റെ ഭാഗമായിട്ടാണ് അത് രക്തം പോകുന്നതെന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ ക്യാൻസറുകൾ വളരെയധികം കൂടിയതിന് ശേഷമാണ് പലപ്പോഴും ചികിത്സയ്ക്കായിട്ട് RCC പോലുള്ള സ്ഥാപനങ്ങൾ എത്തുന്നത്. മോഷൻ വരുന്ന സമയത്ത് തന്നെ, അത് വൻകുടലിൽ എത്തുന്ന സമയത്ത് തന്നെ ബ്ലീഡിങ് ഉണ്ടായിട്ട് അത് മിക്സ് ചെയ്യാനുള്ളൊരു സമയം അതിന് കിട്ടുകയും ബ്ലഡ് മോഷനോടെ മിക്സ് ചെയ്ത് ആണത് വിസർജിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സാധാരണ രീതിയിൽ ഒരു കൊളോണോസ്കോപ്പി നേരത്തെ എൻഡോസ്കോപ്പിയുടെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ ക്യാമറ മോഷൻ പോകുന്ന ഭാഗത്തൂടെ കടത്തിവിട്ട് ഉൾഭാഗം കാണുന്ന ഒരു ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. ആവശ്യത്തിൽ കൂടുതൽ മലബന്ധം ഉണ്ടാവുക, അല്ലെങ്കിൽ മലം വളരെ ലൂസായിട്ട് പോവുക എന്നിങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വരികയാണെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. മാത്രമല്ല, മലത്തിൽ കൂടെ പഴുപ്പ് പോവുക. അപ്പോൾ ഇത്തരം സിംറ്റംസൊക്കെ, അതായത് ചേഞ്ച് ഇൻ ടോയ്ലറ്റ് ഹാബിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ചേഞ്ച് വരുവാണെങ്കിൽ, ഇപ്പോൾ വർഷങ്ങളായിട്ട് മലബന്ധമുള്ള ഒരു വ്യക്തി പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് മലബന്ധം വന്നിട്ടുണ്ട്, അതിൻ്റെയോടൊപ്പം തന്നെ മലത്തിൽ കൂടെ കുറച്ച് പഴുപ്പ് പോകുന്നുണ്ട്, കുറച്ച് ചോരയും പോകുന്നുണ്ട് എന്നൊക്കെ വരികയാണെങ്കിൽ ഈ ലക്ഷണങ്ങളെയൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും പ്രായം കൂടുന്തോറും ഈ മലാശയ ക്യാൻസറും കുടൽ ക്യാൻസറും വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഗുഡ് ലൈഫിൻ്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ആരോഗ്യമുള്ള ദിവസങ്ങൾ ആശംസിക്കുന്നു. നമസ്കാരം.